ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. മുൻ പ്രധാനമന്ത്രിമാരായ PV നരസിംഹറാവു, ചൌധരി ചരൺ സിംഗ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്ക് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിനും മുൻ ഉപപ്രധാനമന്ത്രി LK അദ്വാനിക്കും ഭാരതരത്ന നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്തിന്റെ വളർച്ചയിൽ കൃഷിക്ക് നിർണായക പങ്കുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കർഷകരുടെ ശാക്തീകരണം ഉറപ്പാക്കുന്നുവെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 62ാം ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. 2047 ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി ഉയർന്നു വരുമ്പോൾ ആ യാത്രയുടെ മുൻനിരക്കാർ ഇന്ത്യൻ കർഷകരായിരിക്കുമെന്ന് രാഷ്ട്രപതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ധവളപത്രത്തിന്മേൽ പാർലമെന്റിൽ ചർച്ച നടത്തി. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വസ്തുതാപരമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഉത്തരവാദിത്തത്തോടെയാണ് ധവളപത്രം ഇറക്കിയതെന്ന് പറഞ്ഞ ധനമന്ത്രി, രാജ്യത്തെ മുഴുവൻ യുവജനങ്ങളുടെയും അഭിവൃദ്ധി ലക്ഷ്യമിട്ടുള്ള രേഖയാണ് ഇതെന്നും പറഞ്ഞു. 10 വർഷത്തെ ശ്രമത്തിലൂടെ സാമ്പത്തിക രംഗത്ത് രാജ്യം മുന്നേറിയെന്ന് ധനമന്ത്രി ധവളപത്രത്തിന്മേൽ വ്യക്തമാക്കിയപ്പോൾ RSPയുടെ NK പ്രേമചന്ദ്രനും TMC നേതാവ് സൌഗത റേയും ധവളപത്രത്തിനെതിരെ ബദൽ പ്രമേയം അവതരിപ്പിച്ചു. ജമ്മു കാശ്മീർ തദ്ദേശ സ്ഥാപന നിയമ ഭേദഗതി ബിൽ 2024, ഭരണഘടന ജമ്മു ആൻഡ് കാശ്മീർ പട്ടികജാതി ഓർഡർ ഭേദഗതി ബിൽ 2023, ഭരണഘടന ജമ്മു കാശ്മീർ പട്ടികവർഗ ഉത്തരവ് ഭേദഗതി ബിൽ 2023 എന്നിവ പാർലമെന്റ് പാസാക്കി. ജമ്മു കാശ്മീർ പഞ്ചായത്ത് രാജ് ആക്ട്, ജമ്മു കാശ്മീർ മുനിസിപ്പൽ ആക്ട്, ജമ്മു കാശ്മീർ മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് എന്നിവയിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാനാണ് ജമ്മു കാശ്മീർ തദ്ദേശ സ്ഥാപന നിയമങ്ങൾ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. പൊതുപരീക്ഷകൾ അന്യായമായ മാർഗങ്ങൾ തടയൽ ബിൽ 2024 രാജ്യസഭ പരിഗണനയ്ക്കെടുത്തു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉപരിസഭയിൽ ബിൽ അവതരിപ്പിച്ചു. പൊതുപരീക്ഷകളിൽ കൂടുതൽ സുതാര്യതയും വിശ്വാസ്യതയും കൊണ്ടുവരികയാണ് ബില്ലിന്റെ ലക്ഷ്യം. ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ക്രമക്കേടുകൾ കാണിക്കുന്നവർക്ക് 3 മുതൽ 10 വർഷം വരെ തടവും 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ പിഴയും ലഭിക്കും. ദീർഘകാല കരാറുകൾ പാലിക്കപ്പെടാതെ വരുമ്പോൾ അസ്ഥിരത വർദ്ധിക്കുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഓസ്ട്രേലിയയിലെ പെർത്തിൽ നടന്ന 7ാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടൽക്കൊള്ള, തീവ്രവാദം, അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള വെല്ലുവിളികൾ തുടങ്ങി നിരവധി വെല്ലുവിളികൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖല നേരിടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള കൂടിയാലോചനകൾക്കും സഹകരണത്തിനും ഇതിൽ നിർണായക സ്വാധീനം ചെലുത്താനാകുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോക ഗവൺമെന്റ് ഉച്ചകോടിയുടെ 11ാമത് പതിപ്പിനുള്ള ഒരുക്കങ്ങൾ ദുബായിൽ പുരോഗമിക്കുന്നു. 85ലധികം അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഈ മാസം 12 മുതൽ 14 വരെ നടക്കുന്ന ഉച്ചകോടി ഭാവി ഗവൺമെന്റുകളെ രൂപപ്പെടുത്തൽ എന്ന വിഷയമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ, തുർക്കി, ഖത്തർ എന്നീ രാജ്യങ്ങൾ അതിഥികളായിരിക്കും. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 14 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഹസൻ മഹമ്മൂദ് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിച്ചു. തുടർച്ചയായി 4ാം തവണയും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രപതി അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് പുരോഗതിയുടെയും സമൃദ്ധിയുടെയും പുതിയ നാഴികക്കല്ലുകൾ പിന്നിടുമെന്ന് രാഷ്ട്രപതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സ്കൂളുകൾ വിജ്ഞാന വിതരണ കേന്ദ്രങ്ങൾ മാത്രമല്ല, സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇടങ്ങളായി മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ എന്റെ പുസ്തകം എന്റെ വിദ്യാലയം പദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച 1056 പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ 2ാം ഘട്ട പര്യടനത്തിന് തുടക്കമായി. തിരുവനന്തപുരത്ത്, കഴക്കൂട്ടം, ശ്രീകാര്യം എന്നിവിടങ്ങളിലായിരുന്നു ഇന്നത്തെ പര്യടനം. പരിപാടിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്കുള്ള സൌജന്യ പാചകവാതക കണക്ഷൻ വിതരണം, സൌജന്യ രക്തപരിശോധനാ ക്യാമ്പ്, കർഷകർക്കുള്ള ഡ്രോൺ പ്രദർശനം, വീഡിയോ പ്രദർശനം എന്നിവ നടന്നു. ISL ഫുട്ബോളിൽ ഒഡീഷ ഗോവ മത്സരം പുരോഗമിക്കുന്നു. ആദ്യ പകുതി അവസാനിച്ചപ്പോൾ ഇരു ടീമുകളും ഓരോ ഗോളുകൾ നേടി സമനിലയിലാണ്. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.